ഇന്നലെ അപകടത്തിൽപ്പെട്ട MSC എൽസ-3 എന്ന കപ്പൽ പൂർണ്ണമായും അറബിക്കടലിൽ മുങ്ങിയിരിക്കുന്നു. കപ്പലിലെ ജീവനക്കാരെ നേരത്തെ രക്ഷപ്പെടുത്തി INS സുജാതയിലേക്ക് മാറ്റിയിരുന്നു. കേരള തീരത്ത് ജാഗ്രത വേണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം തീരത്ത് ഈ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം കപ്പൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളോട് തന്നെയായിരിക്കാം മുങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ കണ്ടെയ്നറുകൾ കടലിൽ വീണത് നമ്മുടെ മുൻപിൽ വിവരങ്ങളായിട്ടുണ്ട്. അത് കേരള തീരത്ത് അടിയുമെന്ന ജാഗ്രതാ നിർദ്ദേശമുണ്ട്. സൾഫർ അടങ്ങിയ കണ്ടന്റുള്ള കണ്ടെയ്നറുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കണ്ടെയ്നർ അടിയുകയോ അല്ലെങ്കിൽ അത് കാണുകയോ ചെയ്താൽ അതിൽ ഒരിക്കലും തുടരുത് എന്നാണ് നമുക്ക് മുന്നറിയിപ്പായി പറയാനുള്ളത്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ വളരെ വേഗത്തിൽ 112 എന്ന നമ്പറിൽ അറിയിക്കുക, അതല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക എന്നതാണ് തീരദേശങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. വളരെ അപകടകരമായ സാഹചര്യമാണ് ആ കണ്ടെയ്നറിൽ ഉള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അത് മറൈൻ എഞ്ചിൻ ഓയിലാണ്. അപ്പോൾ അതിന് ആ രീതിയിൽ സൾഫർ കണ്ടന്റൊക്കെ ഏറെയുണ്ട്. സൾഫർ കണ്ടന്റ് വരുന്നത് വലിയ അപകടം ചെയ്യും നമ്മുടെ മനുഷ്യർക്ക്. അതുകൊണ്ട് തന്നെ അതിൽ തൊടുകയോ സ്പർശിക്കുകയോ ചെയ്യാതിരിക്കുക. അത്തരത്തിലൊരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ 112 അതല്ലെങ്കിൽ പോലീസിനെയോ അറിയിക്കുക. അമൽനാഥ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ഇപ്പോൾ ഈ കപ്പൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം. കുറച്ച് മുമ്പ് സംഭവിച്ചതാണ് പൂർണ്ണമായും മുങ്ങിയെന്നത്. ഈ വെസലിലേക്ക് ഈ കണ്ടെയ്നറുകൾ മാറ്റാൻ സാധിച്ചിരുന്നോ, അതോ അതിനു മുൻപ് തന്നെ കപ്പൽ പൂർണ്ണമായും മുങ്ങുകയായിരുന്നോ? മനു, വെസലിലേക്ക് ഈ കണ്ടെയ്നറുകൾ മാറ്റുവാനുള്ള ശ്രമങ്ങൾ തുടർന്നിരുന്നു. ഒപ്പം തന്നെ ഈ കപ്പൽ ഉയർത്തുവാനുള്ള ശ്രമങ്ങൾ അടക്കമായിരുന്നു ഇന്ന് രാവിലെയോടുകൂടി നടത്തിയിരുന്നത്. എന്നാൽ അത്തരം ശ്രമങ്ങളൊന്നും വിജയത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചില്ല എന്നതാണ് നിലവിൽ പുറത്തു വരുന്ന വാർത്ത. കപ്പൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ വെസലിലേക്ക് മാറ്റുവാനും സാധിച്ചിട്ടില്ല. ആ കണ്ടെയ്നറുകൾക്ക് അകത്തുള്ള ആ ഒരു വസ്തുക്കൾ എന്താണ്, ആ കെമിക്കൽ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു പൂർണ്ണ വിവരം നിലവിൽ ഇപ്പോഴും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ അവ ഈ കരയിലേക്ക് അടിയുകയാണെങ്കിൽ അത് എത്രമാത്രം അപകടമുണ്ടാക്കും എന്ന രീതിയിലുള്ള ഒരു വലിയ ആശങ്ക തന്നെ നിലവിൽ ഉണ്ട്. ഇപ്പോൾ എന്തായാലും ഇത്തരത്തിൽ നിലവിൽ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് കൊച്ചി, ആലപ്പുഴ ഭാഗങ്ങളിൽ, എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ, ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ, തീരപ്രദേശങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ വന്ന് പതിച്ചേക്കാം അല്ലെങ്കിൽ ഒഴുകിയെത്തിയേക്കാം. അതല്ലെങ്കിൽ ആ കണ്ടെയ്നറിൽ നിന്നുമുള്ള അകത്തുള്ള ആ വസ്തുക്കൾ അവ ഇത്തരത്തിൽ ഈ തീരപ്രദേശങ്ങളിലേക്ക് എത്തിയേക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിഗമനങ്ങളാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ ഇത്തരം വസ്തുക്കൾ ഏതെങ്കിലും കടൽ തീരങ്ങളിൽ നിന്നും ലഭ്യമാവുകയാണെങ്കിൽ അവ അടുത്ത് ചെന്ന് നോക്കുവാനോ അല്ലെങ്കിൽ അവ സ്പർശിക്കുവാനോ ഒന്നും തന്നെ പാടില്ല. ഒപ്പം തന്നെ ഈ 112 എന്ന നമ്പറിലേക്ക് വിളിച്ചറിയിക്കുവാനും പോലീസിന് കൃത്യമായ നിർദ്ദേശം നൽകുവാനും അടക്കം ഉള്ള കാര്യങ്ങളാണ് നിലവിൽ ജനങ്ങളോട് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം 8ഓളം കണ്ടെയ്നറുകളാണ് ഈ കടലിൽ പതിച്ചതെന്ന വിവരമായിരുന്നു പുറത്തു വന്നത്. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി കൂടുതലായി ഈ കടലിന്റെ സ്വഭാവം മാറുകയും ഈ കപ്പൽ കൂടുതലായി ചെരിയുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏകദേശം 28 ഡിഗ്രി ആയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വരെ ഈ കപ്പൽ ചെരിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി കൂടുതലായി കപ്പൽ ചെരിയുകയും താഴേക്ക്, അതായത് മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അതോടുകൂടി കൂടുതൽ കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ കടലിലേക്ക് വീണിട്ടുണ്ട്. അതിനാൽ തന്നെ അവ കൂടുതലായി ഇത്തരത്തിൽ തീരപ്രദേശങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ എത്താം. അത് കേരളത്തിന്റെ ഏത് ഭാഗങ്ങളിലേക്കും എത്താം. ഒരുപക്ഷെ കൊച്ചി അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലകളിലെ തീരപ്രദേശങ്ങളിലേക്ക് എത്തുവാനാണ് കൂടുതൽ സാധ്യത എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ അത്തരം വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം ഒരു കാര്യം കൂടി, ഇപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് കടലാണല്ലോ അപ്പോൾ ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ കാലവർഷം ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് നിരോധനമുണ്ട്. എങ്കിൽ പോലും ഇത് അങ്ങോട്ടേക്ക് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിയന്ത്രണങ്ങളോ മറ്റോ ഉണ്ടോ? കാരണം ഇത് എണ്ണപ്പാളി പോലെ പടരാനുള്ള സാധ്യതയില്ലേ? 70 കിലോമീറ്റർ അപ്പുറം ആയതുകൊണ്ട് തന്നെ ചെറുവള്ളങ്ങൾക്കൊന്നും ബാധകമായിരിക്കില്ല. പക്ഷേ എങ്കിൽ പോലും മനു, തീർച്ചയായും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതായത് മത്സ്യബന്ധനത്തിന്റെ ഭാഗമായി പോകുന്ന വലിയ ബോട്ടുകൾ അവയ്ക്ക് ഇത്തരത്തിൽ ഈ കടലിന്റെ ഉൾഭാഗങ്ങളിലേക്ക് അധികം സഞ്ചരിക്കുവാൻ വേണ്ടി പാടില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ച ഈ ജില്ലകളിലുള്ള മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ എണ്ണപ്പാടകൾ കാണുകയാണെങ്കിൽ അത്തരത്തിൽ അവ അതിന്റെ ഭാഗമായി അടുത്തേക്ക് പോവുകയോ ഒന്നും തന്നെ ചെയ്യുവാൻ വേണ്ടി പാടില്ല എന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് നിലവിൽ നൽകിയിട്ടുള്ളത്.
ശരി അമൽ, ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ കപ്പൽ കടലിൽ മുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് അത് മുങ്ങി താഴ്ന്നു പോയത്? നമുക്ക് അവർ നൽകിയ, നമ്മുടെ സേനാ വിഭാഗങ്ങളൊക്കെ നൽകിയ ചിത്രങ്ങൾ കൂടിയാണത്. ഈ MSCയുടെ എൽസ 3 എന്ന് പറയുന്ന കപ്പലാണ്. MSC എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. അവരുടെ ഒരു കപ്പൽ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ്. അതാണ് ഇന്നലെ വൈകുന്നേരം അപകടത്തിൽപ്പെട്ടത്. എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് അതിലെ കണ്ടെയ്നറുകൾ കടലിൽ വീണു എന്ന വളരെ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നം കൂടി വന്നിരിക്കുന്നത്. സൾഫർ കണ്ടന്റുള്ള വസ്തുക്കളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് അപകട സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളത് കൈകൊണ്ട് തുടരുത്, ഏതെങ്കിലും സമയത്ത് കടൽ തീരത്ത് കണ്ടാൽ എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.